ഹലോ മക്കളെ, നമ്മൾ ജിയോമെട്രി ആൻഡ് അൽജിബ്ര പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 5,0 അതേപോലെ 3,2 എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയുടെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്താണെന്ന് ഫസ്റ്റത്തെ ഒരു ചോദ്യം ചോദിച്ചില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യമുണ്ട്. വരയുടെ സമവാക്യം എന്താണ്, അല്ലെങ്കിൽ വരയുടെ ആ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്, നമുക്ക് എന്താ രണ്ട് ബിന്ദുക്കൾ ഉണ്ട്. എന്താണ്, ഏതൊക്കെയാണ് ആ ബിന്ദുക്കൾ? 5,0 പറഞ്ഞിട്ടുള്ള ഒരു ബിന്ദുവും 5,0 പറഞ്ഞുള്ള ഒരു ബിന്ദുവും മറ്റൊരു ബിന്ദു എന്ന് പറയുന്നത് 3,2 പറഞ്ഞുള്ള മറ്റൊരു ബിന്ദുവാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്താ, ഈ രണ്ട് ബിന്ദുക്കളും യോജിപ്പിച്ചിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ എന്ത് കാണണം? ആ ലൈനിന്റെ സ്ലോപ്പ് കാണണം, അല്ലെങ്കിൽ ചെരിവ് കാണണം. നമുക്കറിയാം, ഏത് രണ്ട് പോയിന്റുകൾ തന്നാലും അവ കൂട്ടി യോജിപ്പിച്ചില്ല ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? ഇയാളെ ഞാൻ x1 എന്നും ഇയാളെ ഞാൻ y1 എന്നും വിളിക്കുകയാണ്. ഇയാളെ x2 y2 എന്ന് വിളിക്കുക. ഓക്കെ, സ്ലോപ്പ് കാണുക എന്ന് പറയുമ്പോൾ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണെന്ന് നമുക്കറിയാം. മുകളിൽ സ്ലോപ്പ് കാണുമ്പോൾ എപ്പോഴും മുകളിൽ y വരണം, താഴെ എന്താ x വരണം. ഇനി y1 മൈനസ് y2 ബൈ x1 മൈനസ് x2 എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 2 ആണെങ്കിൽ താഴെയും ഫസ്റ്റ് എന്താ 2 തന്നെ. മുകളിൽ ഫസ്റ്റ് y2 ആണെങ്കിൽ താഴെയും ഫസ്റ്റ് എന്താ x2 എടുക്കണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇക്വേഷൻ അറിയില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാ ഈ രണ്ട് കോർഡിനേറ്റ്സും വെച്ചെന്താ നമുക്ക് ചെയ്താൽ മതി. അതായത് y2 മൈനസ് y1, അതായത് 2 മൈനസ് 0 ബൈ x2 മൈനസ് x1, അല്ലെങ്കിൽ ഫസ്റ്റത്തെ കോർഡിനേറ്റ് മൈനസ് ഇവിടുത്തെ ഫസ്റ്റത്തെ കോർഡിനേറ്റ് 3 മൈനസ് 5 ഈക്വൽ ടു 2 ബൈ 3ന്ന് 5 പോയാൽ എത്രയാ? -2 ആണ്. -2 നമുക്കറിയാം, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടാനൊക്കെ നമുക്കറിയാം. ഈക്വൽ ടു 2 ബൈ -2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണെന്ന് കിട്ടി. കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. വരയുടെ സമവാക്യം എന്താണ്? നമുക്കറിയാം, ഏതൊരു രണ്ട് പോയിന്റ് തന്നാലും ആ ലൈനിന്റെ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷനും കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണെന്ന് അറിയൂലേ? നമുക്ക് വാല്യൂകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എക്സിന് നമുക്കറിയാം, വൈനെ നമുക്കറിയാം, വാല്യൂകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്തൂടെ? എന്താണ് മക്കളെ y? ഇക്വേഷൻ ആയതുകൊണ്ട് y എന്താ അതേപോലെ തന്നെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എഴുതാം y മൈനസ് y1 എന്ന് പറഞ്ഞ ചങ്ങായി എത്ര? 0 ആണ്. ബൈ y2 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് y1 0 ആണ്. ഈക്വൽ ടു x മൈനസ് x1 എന്ന് പറയുന്നത് 5 ആണ്. ബൈ x2 എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് x1 എന്ന് പറയുന്നതും 5 ആണ്. ഈക്വൽ ടു. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതിക്കൂടെ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ എഴുതാം കേട്ടോ. y മൈനസ് 0 എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. ബൈ 2 ഈക്വൽ ടു എന്താ? x മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 മൈനസ് 5 എന്ന് പറയുന്നത് -2 ആണെന്ന് നമുക്കറിയാം. എഗൈൻ ഈ -2 എങ്ങോട്ടും ഈ 2 ഞാൻ എന്താ അങ്ങോട്ടും കൊണ്ടുപോവാണ്. -2y ഈക്വൽ ടു 2 ഇൻറ്റു x മൈനസ് 5 എന്ന് എഴുതിക്കൂടെ നമുക്ക്? എന്താ, -2നെ ലെഫ്റ്റിക്കും ഈ 2നെ ഞാൻ എന്താ റൈറ്റിക്കും ഞാൻ കൊണ്ടുപോയി. എഗൈൻ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തുകൂടെ? കൂട്ടത്തിൽ -2y ഈക്വൽ ടു 2x മൈനസ് 10 എന്ന് വരും. സെറ്റ് ആണോ? എന്താ, എക്സിനെയും വൈനെയും ഒരേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരാം. ഇതാ ഈ 2y ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോയി, അതേപോലെ ഈ -10നെ ലെഫ്റ്റിക്കും കൊണ്ടുവന്നു. അപ്പൊ എന്താ വരിക? 10 ഈക്വൽ ടു 2x പ്ലസ് 2y എന്ന് എഴുതിക്കൂടെ? -10 ലെഫ്റ്റിക്ക് വരുമ്പോ എന്താ +10 ആവും. -2 റൈറ്റിക്ക് പോകുമ്പോ എന്താ +2y ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ഈ മൊത്തം ഇക്വേഷൻ എനിക്ക് ഒരു /2 കൊണ്ട് ചെയ്തൂടെ? മൊത്തം ഇക്വേഷൻ എനിക്ക് ഒരു /2 കൊണ്ട് ചെയ്തൂടെ? അപ്പൊ നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 5 ഈക്വൽ ടു x പ്ലസ് y എന്ന് വരും. ഇതല്ലേ മക്കളെ നമ്മൾ ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ബി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താ നോക്കാം. ബി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്.
എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 എന്ന വരയിലെ നമുക്ക് എന്താ ഒരു വര ഉണ്ട് അല്ലേ? ഏതാണ് ആ വര? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 പറഞ്ഞിട്ട് ഒരു വരയാണത്. ആ വരേന്റെ പേരല്ല, അതിന്റെ ഇക്വേഷൻ ആണത്. അതാണ് ആ വര. എന്ന വരയിലെ ഒരു ബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ 5 ആണ്. അപ്പൊ എക്സ് പറഞ്ഞ ചെങ്ങായി എത്രയാ? എക്സ് എന്ന് പറയുന്നത് എത്രയാ? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈന്റെ സൂചക സംഖ്യ എന്താ? എക്സിന്റെ സൂചക സംഖ്യ തന്നാൽ നമുക്ക് വൈന്റെ സൂചക സംഖ്യ കണ്ടുകൂടെ? ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട്. ഒന്നും ആലോചിക്കേണ്ട, എക്സ് ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു 5 എന്താ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ? നമുക്ക് വൈന്റെ സൂചക സംഖ്യ അല്ലെങ്കിൽ വൈ കിട്ടും. എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 5 എന്ന് കൊടുക്കാണ്. അപ്പോ 5 മൈനസ് വൈ ഈക്വൽ ടു 5 എന്ന് വരും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്താ? വൈ കാണണം. ഈ വൈനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ ഈ 5നെ എന്താ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ 5നെ ഞാൻ അങ്ങോട്ട്, വൈനെ ഞാൻ എന്താ അങ്ങോട്ട് കൊണ്ടുവരും? മൈനസ് വൈ ആണ്. മൈനസ് വൈ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? പ്ലസ് വൈ ആയിരിക്കും. ഈ 5നെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇയാള് പ്ലസ് ആണ്, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇയാള് മൈനസ് ആയിരിക്കും. അപ്പൊ നമുക്ക് വരും 5, ഇയാൾ ഇങ്ങോട്ട് വരുന്നു മൈനസ് 5 ഈക്വൽ ടു ഇയാള് അങ്ങോട്ട് പോകും മൈനസ് വൈ പ്ലസ് വൈ ആയിരിക്കും. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് y ഈക്വൽ ടു എത്ര കിട്ടും? 5 മൈനസ് 5 എന്ന് പറഞ്ഞ് 0 എന്ന് കിട്ടും. സെറ്റാണോ? വൈയുടെ സൂചക സംഖ്യ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അപ്പൊ ആ ഒരു എക്സും വൈയും സൂചക സംഖ്യ കോർഡിനേറ്റ്സ് എത്രയായിരിക്കും? 5 0 ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താ? വൈന്റെ സൂചക സംഖ്യ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് സി പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, സി പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെയ്യാൻ എന്താ? സി ആണ് നമ്മളുടെ ഇത് പറയുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 ആണ്. ഓക്കെ, എന്നീ വരകൾ, അപ്പൊ എന്താ? 2 വരകൾ ഉണ്ടല്ലേ? എന്നീ വരകൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്താണ്? ഇതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. അയാൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്. നമുക്ക് എന്താ? മറ്റൊരു വര കൂടി ഉണ്ട്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ഇതാണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 വര. ഈ 2 വരകളും മുറിച്ചു കടക്കുന്ന ഒരു ബിന്ദു ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അതായത് എക്സിന്റെ വാല്യൂയും അതേപോലെ വൈന്റെ വാല്യൂയും, ഇവിടെ ഉള്ള എക്സിന്റെ വാല്യൂയും അതേപോലെ വൈന്റെ വാല്യൂയും കണ്ടു. എടാ, നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എക്സിന്റെ കോർഡിനേറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്താ? വൈന്റെ കോർഡിനേറ്റ് കണ്ടു. അത് ഓർമ്മ ഉണ്ടല്ലോ. ഇങ്ങനെ 2 ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ? ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ് ഇക്വേഷൻ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 എന്നും അതേപോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നും. സെറ്റാണോ? ഇതിൽ നിന്നും ഇയാളെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്, ഇയാളെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ ഇക്വേഷൻ 2 നിന്നും ഞാൻ 1 കുറയ്ക്കുകയാണ്. ഇക്വേഷൻ 2 നിന്നും ഞാൻ 1 കുറയ്ക്കുകയാണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇക്വേഷൻ 2 നിന്നും 1 കുറയ്ക്കുകയാണ്. എന്താ? 1 നിന്നും എന്താ 2 കുറയ്ക്കുമ്പോൾ? 1 നിന്നും 2 കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൈനസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോ അങ്ങനെ കുറച്ചാലും കുഴപ്പമില്ല, മൈനസ് വരുമ്പോൾ അത് ക്യാൻസൽ ആക്കണം എന്നുള്ളൂ. അപ്പൊ ഇക്വേഷൻ 2 നിന്നും ഞാൻ എന്താ? 1 കുറയ്ക്കുകയാണ്. അപ്പോ എക്സിൽ നിന്നും എക്സ് പോയാൽ എത്രയാ? എക്സിൽ നിന്നും എക്സ് പോയാൽ 0 ആണ്. വൈ അടുത്തത് വൈ മൈനസ്, പിന്നെ ഒരു മൈനസ് വൈ ആണല്ലേ? മൈനസ് വൈ അല്ലേ? അപ്പൊ എന്താ? പ്ലസ് ആയിരിക്കും. അപ്പൊ 2y ഈക്വൽ ടു 5 നിന്നും 5 പോയാൽ എത്രയാണ്? 0 എന്ന് വരും. അപ്പൊ y ഈക്വൽ ടു എന്ത് വരും? ഈ 2 അങ്ങോട്ട് പോകും. y ഈക്വൽ ടു എന്താ? 0 എന്ന് തന്നെയാണ് വരിക അല്ലേ മക്കളെ? y ഈക്വൽ ടു 0 എന്നാണ് വരിക. അപ്പൊ y നമുക്ക് കിട്ടി. ഈ ഒരു ആളില്ലേ, ഈ ഒരു സൂചക സംഖ്യയിലെ y നമുക്ക് കിട്ടി. y 0 ആണെന്ന്. എടാ മക്കളെ, y 0 ആണെങ്കിൽ y ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ y 0 എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y 0 ആണെങ്കിൽ എവിടെ കൊണ്ടുവയ്ക്കുക? ഇവിടെ y 0 ആണെങ്കിൽ x എത്രയായിരിക്കും? x 5 ആയിരിക്കും അല്ലേ? അപ്പൊ ഇയാൾ എന്താ? ഈ പോയിന്റ് എന്ന് പറയുന്നത് 5 പറഞ്ഞിട്ടുള്ള പോയിന്റ് ആയിരിക്കും. എന്താണ് നമ്മൾ ചെയ്തത്? ഈ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഈ ഒരു സമവാക്യം ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഏതെങ്കിലും ഈ 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ? നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ കൊടുത്താലും കിട്ടും, അതേപോലെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താലും കിട്ടും. സെറ്റാണോ? റെഡിയാണോ? നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതെന്താന്ന് നോക്കാം മക്കളെ. നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താന്ന് വായിച്ചു നോക്കാം. 3, 5,
6,7,9,9 എന്നീ ബിന്ദുക്കൾ ഒരു വരിയിലാണെന്ന് തെളിയിക്കുക. ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? അപ്പൊ എന്താ, ഒരു ബിന്ദുണ്ട് 3,5 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബിന്ദുണ്ട്, ഇതാണ് 6,7 എന്ന അടുത്ത ബിന്ദു, പിന്നെ അഗെയിൻ അടുത്ത ബിന്ദു 9,9. അപ്പോൾ ഈ ബിന്ദുക്കളൊക്കെ എന്താ ഒരു ലൈനിലാണെന്ന് നമുക്ക് എന്താ തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈനിലാണെങ്കിൽ അവിടെ എന്ത് തുല്യമായിരിക്കും? ഒരു ലൈനിലാണെങ്കിൽ ഇവിടെ എല്ലാം എന്താ, ഇയാളുടെ ഒക്കെ എന്താ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എന്താണ് തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചെരിവും അതേപോലെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചെരിവും തുല്യമാണോ എന്ന് നമ്മൾ എന്താ നോക്കിയാൽ മതി. തുല്യമാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഈ 3 പോയിന്റുകൾ എന്താ ഒരേ ലൈനിലാണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഈ ഒരു ലൈനിന് പേര് കൊടുക്കുകയാണ്, ABC എന്ന് പറഞ്ഞ് 3 പേരുകൾ കൊടുത്തു. ആദ്യം ഞാൻ A,B, അതായത് എയും അതേപോലെ ബിയും തമ്മിലുള്ള പോയിന്റുകളുടെ സ്ലോപ്പ്, അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് ഇതാ ഇത്ര, ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് നോക്കാൻ പോവാ. അപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ x1 എന്നും y1 എന്ന് വിളിച്ചു, ഇയാളെ ഞാൻ x2 y2 എന്ന് ഞാൻ വിളിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സ്ലോപ്പ് കാണാൻ നമുക്ക് അറിഞ്ഞൂടെ? ആദ്യം എ ബിന്റെ സ്ലോപ്പാണ് ഞാൻ കാണാൻ പോകുന്നത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണെന്ന്. y2 എന്ന് പറഞ്ഞത് 7 ആണ്. 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ഈക്വൽ ടു 2/3 എന്ന് വരും. അപ്പോ ഇയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/3 ആണെന്ന് കിട്ടി. നമുക്ക് അടുത്ത ആളെ സ്ലോപ്പ് കാണാം, BC പറഞ്ഞുള്ള ആളെ സ്ലോപ്പ് കാണുക. BC യുടെ ഈ ലൈനിന്റെ സ്ലോപ്പ് കാണുക B,C. പക്ഷെ അവിടെ x1 ഉം y1 എന്താ ഒന്നെങ്കിൽ മാറ്റിയെടുക്കണം. ഓക്കെ, ഇയാളെ ഞാൻ വിളിക്കുകയാണ് x1 y1 എന്ന് വിളിക്കുകയാണ്, ഇയാളെ ഞാൻ x2 y2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അഗെയിൻ ഞാൻ ഇയാളെ സ്ലോപ്പ് ഞാൻ കാണാൻ പോവുകയാണ്. ഓക്കെ, ഈക്വൽ ടു ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. y2 എന്ന് പറയുന്നത് 9 മൈനസ് y1 ബൈ x2 മൈനസ് 9 മൈനസ് 6 ഈക്വൽ ടു 9 7 പോയാൽ 2 ആണ്, 2/3. 9 6 പോയാൽ 3 ആണ്, അഗെയിൻ 2/3. അയാളുടെ സ്ലോപ്പ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരേ ലൈനിലാണെങ്കിൽ അവയുടെ ഒക്കെ എന്താ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എന്താ തുല്യമായിരിക്കും. നമ്മൾ കണ്ടുപിടിച്ചു ഈ ലൈനിലെ പോയിന്റുകളുടെ ഒക്കെ എന്താ ചെരിവ് തുല്യമാണെന്ന്. സെറ്റാണോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. മക്കളെ, നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്, ശ്രദ്ധിക്കുക. നമ്മളെ ഈ കോർഡിനേറ്റ്സ് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. അക്ഷങ്ങൾ ആക്സിസുകൾ, എക്സ് ആക്സിസ്, വൈ ആക്സിസുകൾ, അത്തരം ആക്സിസുകളൊക്കെ ഉണ്ട്. അവയ്ക്ക് സമാന്തരമാണ്, പാരലാണ്. അതിന്റെ ഒരു ജോഡി എതിർ മൂലകൾ, അതായത് എതിർമൂലകൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂലകൾ A24 C612 ഓക്കെ എന്നിവയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മറ്റ് 2 സൂചക സംഖ്യകൾ എഴുതാൻ. നമുക്ക് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട് ഒരു ചിത്രം നമുക്ക് വരച്ച് നോക്കാം. അതാണ് മക്കളെ നമ്മളുടെ ചിത്രം എന്ന് പറയുന്നത്. ഇയാള് എക്സ് ആക്സിസും ഇയാള് എന്ന് പറയുന്നത് വൈ ആക്സിസും ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റത്തെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഇയാള് എന്ന് പറയുന്നത് എത്രയാ? 2,4 ആണ്. 2,4 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളോട് പറഞ്ഞിട്ട് വശങ്ങളൊക്കെ എന്താ ആക്സിസുകൾക്ക് അല്ലെങ്കിൽ അക്ഷങ്ങൾക്ക് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഈ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലൽ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതിൽ സി പറഞ്ഞുള്ള ഒരു പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. എതിർമൂലകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തന്നിട്ടുണ്ട്. ഇയാൾ എന്ന് പറയുന്നത് 612 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ചോദ്യം ഉണ്ട്, മറ്റ് 2 പോയിന്റുകൾ അതായത് ബിയും അതേപോലെ ഡി പറഞ്ഞിട്ടുള്ള പോയിന്റും എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ഇത് നമ്മൾ കോർഡിനേറ്റ്സ് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്താ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടുത്തെ എക്സിനെ കാണണം. ഇവിടുത്തെ എക്സ് തന്നെയായിരിക്കും ഇവിടെ ഉള്ള എക്സ് ഉണ്ടായിരിക്കും. ഇതല്ല എക്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് പോയിന്റ് അല്ല, ഇവിടെ 6 പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ 6 പോയിന്റ്, ഇവിടുത്തെ എക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇനി ഇവിടുത്തെ വൈ വാല്യൂ കാണണം. വൈ വാല്യൂ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കണം. ഇവിടുത്തെ വൈ വാല്യൂ തന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പോ 6,4 എന്ന് വരും. ഇവിടുത്തെ വൈ വാല്യൂ 4 അല്ലേ.
ഇവിടുത്തെ വാല്യൂ 4 ആണ്. ഈ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് സൂചക സംഖ്യകൾ പറഞ്ഞ ചാപ്റ്ററിൽ. അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ വിശദീകരിക്കാൻ നിൽക്കാത്തത്. സെറ്റാണ്, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോവാം. അപ്പൊ ഈ ഒരു പോയിന്റിൽ എക്സ് പോയിന്റ് കാണണം. എക്സ് പോയിന്റ് ഇവിടുത്തെ എക്സിസ് ഇതാ എക്സ് ഇവിടുത്തെ എക്സ് ആരാണോ അയാളായിരിക്കും. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഇയാൾ തന്നെയായിരിക്കും ഇവിടുത്തെ എക്സ്. ഇനി ഇവിടുത്തെ വൈ നമുക്ക് കാണണം. വൈ അറിയുമ്പോൾ ഇങ്ങോട്ട് ഇവിടുത്തെ ഇതാ അങ്ങനെ പോകുക 12. അപ്പൊ പോയിന്റുകൾ എന്ന് പറഞ്ഞത് ബി പോയിന്റ് എന്ന് പറയുന്നത് എത്രയാ 6 4ഉം അതേപോലെ ഡി പോയിന്റ് എന്ന് പറയുന്നത് 2 12ഉം ആയിരിക്കും. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ബി പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? എ സിയുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ത്? എ സി പറഞ്ഞുള്ള ഒരു വികരണതാണ്. ഈ ഒരു വികരണത്തിന്റെ മധ്യബിന്ദു ഏകദേശം അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്താ ഏകദേശം അവിടെ വരും. ഇവിടുത്തെ സൂചക സംഖ്യകൾ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. നമുക്കറിയാം ഇയാൾ ഒരു ലൈന് തന്നെയല്ലേ, ചതുരത്തെ അപേക്ഷിച്ച് ഇയാൾ എന്ന് പറയുന്നത് എന്താ? ഇയാളുടെ വികരണമാണ്, ഡയഗണൽ ആണ്. പക്ഷെ ഇയാൾ ഒരു ലൈന് തന്നെയല്ലേ. 2 ലൈനുകൾ തന്നാൽ അതിന്റെ മിഡ് പോയിന്റ് കാണാൻ നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ആലോചിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ചെയ്യാ? എക്സിന്റെ കോർഡിനേറ്റ്സ് കൂട്ടുക, x1 + x2/2 ചെയ്യുക. അപ്പൊ എക്സിന്റെ കോർഡിനേറ്റ് കിട്ടും. അതേപോലെ വൈൻ്റെയും ചെയ്യുക, y1 + y2/2 എന്നും ചെയ്യാം. x1 + x2 എന്ന് പറയുന്നതാ x1 + x2 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. 8/2 എന്ന് വരും, കോമ y കൂടെ 12 + 4 എന്ന് പറയുന്നത് 16 ആണ്. 16/2 ചെയ്യാൻ നമുക്ക് കിട്ടും. ലാസ്റ്റ് 4,8 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് 4 8 ആണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് സി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. എ സിയിലെ ഒരു ബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ, എക്സ് സ്മോൾ ആണ് കേട്ടോ. ഓക്കെ, സ്മോൾ. എ സിയിലെ ഒരു ബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ. അപ്പൊ എ സിയിൽ എന്താ? എ സി പറഞ്ഞ ലൈൻ ആണ്. അതിലൊരു ബിന്ദു ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ എക്സിന്റെ സൂചക സംഖ്യ എക്സ് സൂചക സംഖ്യ എ ആയാൽ വൈ സൂചക സംഖ്യ എന്താണ് അല്ലെങ്കിൽ എത്രയാണ്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എ സിയിൽ മറ്റൊരു ലൈനിലെ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇയാളുടെ പോയിന്റിലെ എക്സിലെ സൂചക സംഖ്യ എ ആയാൽ ഇവിടുത്തെ വൈ സൂചക സംഖ്യ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പിടി കിട്ടുന്നുണ്ടോ നോക്കുക. നമ്മൾ എന്തെങ്കിലും പഠിച്ച ഇക്വേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. ആലോചിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക. ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ, ആരൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതോ? എ സിനെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുക. എ സിയിലെ പോയിന്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടോ നോക്കുക. ഇതിലെ കോർഡിനേറ്റ്സിൽ ഒരു പോയിന്റ് എ ആണ്, മറ്റേതാണ് കണ്ടത്. എ സിയിലെ പോയിന്റുകൾ ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എ സിയിലെ പോയിന്റ് ഇവിടെ കണ്ടുപിടിച്ചുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട്. കണ്ടുപിടിച്ച മറ്റൊരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ പോയിന്റുകൾക്ക് മീൻസ് കോർഡിനേറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോക്കുക. ഇയാളത് 2 ആണ് 4 ആണ്. 2ന്റെ ഡബിൾ അല്ലേ 4? 2ന്റെ ഡബിൾ ആണ് 4. 4ന്റെ ഡബിൾ ആണ് 8. ഡബിൾ എന്താ? 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടും. 2വിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അപ്പുറത്തെ കോർഡിനേറ്റ് ആയിട്ടുള്ള y കിട്ടും. അപ്പൊ 2നെ ഇൻറ്റു ചെയ്താൽ മുകളിലേക്ക് നോക്കുക. ഇയാളുടെ ഡബിൾ ആണ്, അല്ലെങ്കിൽ ഇയാളെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇവിടെ കിട്ടും. അപ്പൊ ഇയാളെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇവിടുത്തെ ആളെ കിട്ടും. അതായിരിക്കും 2നെ എ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 2a എന്ന് കിട്ടില്ല. അപ്പൊ ഇയാള് എന്ന് പറയുന്നത് 2a ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 2a ആയിരിക്കും. ഓക്കെ, സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ.